ഗോവിന്ദൻ മാസ്റ്റർ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, സ്ത്രീകളെ പൊതുരംഗത്ത് നിന്ന്, പൊതുമേഖലയിൽ നിന്ന്, പൊതുസ്ഥലങ്ങളിൽ നിന്ന് നിർഗമനം ചെയ്യുന്നതും അവരുടെ ദൃശ്യത ഇല്ലാതാക്കുന്നതും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണ്. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട മത നേതാവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പുറത്തുള്ളതൊരു വോട്ട് ബാങ്കാണ്. പരമ്പരാഗതമായി ഈ വിഭാഗമാണെങ്കിൽ, കാന്തപുരം എ പി അബൂബക്കർ നേതൃത്വം നൽകുന്ന വിഭാഗമാണെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വരുന്ന വിഭാഗവുമാണ്. എത്ര കാലം ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകും? ഇതിൽ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് വേണ്ടി വരുമോ? ഇതില് മാഷ് പറഞ്ഞ കാര്യം ഇവിടെ നേരത്തെ നിങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. മാഷ് അതിൽ പറഞ്ഞത് 1789 ഫ്രഞ്ച് വിപ്ലവത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് മാഷ് പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ന്, അതായത് 18-ാം നൂറ്റാണ്ടിലെ ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കാളികളായ സ്ത്രീകൾ അന്ന് ഉയർത്തിയ ചോദ്യമാണ്, ഞങ്ങൾക്ക് കൊലമരത്തിൽ കയറാനാവുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാർലമെൻറ്റിലേക്ക് പോയിക്കൂടാ എന്നുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് 17-18 നൂറ്റാണ്ടുകളിൽ, അതിനെ തുടർന്ന് 19-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കാണ് ലോകത്ത് സ്ത്രീ വിമോചനം എന്ന ആശയം ശക്തിപ്പെട്ടു വരുന്നത്. ആ ആശയത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയിട്ടുള്ളത് യാതൊരു സംശയവുമില്ല മാർക്സിസമാണ്. അത് ഏഗൽസിൻ്റെ കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ആവിർഭാവം എന്ന 1884 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി സ്ത്രീ പ്രശ്നത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വിലയിരുത്തൽ. എന്തുകൊണ്ട് സ്ത്രീ സമൂഹത്തിൽ തുല്യത അവൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? അത് ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ് സ്ത്രീ ഇത്തരത്തിൽ രണ്ടാംകിട പദവിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ചൂഷണരഹിതമായ ഒരു സമൂഹം ഉണ്ടാക്കുക, അതാണല്ലോ സോഷ്യലിസ്റ്റ് സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സ്ത്രീയുടെ വിമോചനത്തിന് വേണ്ടി കൂടിയുള്ള പ്രവർത്തനമാണ്. ഇതാണ് മാർക്സിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് 1917 ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് രാജ്യം നിറവേറ്റിയത്. അവിടെയാണ് ലെനിൻ പറഞ്ഞത്, ഏത് സാമൂഹ്യ മാറ്റവും സമൂഹത്തിൽ പകുതിയോളം വരുന്ന സ്ത്രീകളെ ഉൾക്കൊള്ളാതെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതവിടെ കേവലം പറയുക മാത്രമല്ല, എന്താണ് വരുന്നതിന്. നമ്മൾ കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് ആലോചിച്ചാൽ കേരളത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ CPM-നോട് ചോദിച്ച വളരെ വാലിഡായ ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ, ഗോവിന്ദൻ മാഷിന്റെ ജില്ലയിൽ 18 ഏരിയ കമ്മിറ്റി ഉണ്ട്. ഓരോ ഏരിയയ്ക്ക് വനിതാ സെക്രട്ടറി ഉണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ ഇടപെടുന്നതിന് മുമ്പ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ത്രീകളെ സാമൂഹ്യ രംഗത്ത്, പൊതുരംഗത്തേക്ക് വരുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് അവരെ ഗാർഹികമായ ചുമതലകളിൽ തളച്ചിടുന്ന സമീപനാണ്. ആ വീട്ടു പണിയിലേക്ക് അവരെ തളച്ചിടുന്ന ആ സമീപനത്തിനെതിരെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായി അതിന് പ്രായോഗികമായ നിലപാടെടുത്ത രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ എന്നുള്ളതാണ്. അത് ഈ ചർച്ചയിൽ പറയാതെ പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. പിന്നെ മാഷ് പറഞ്ഞത് ഒരു പുതിയ കാര്യമല്ല. CPM-ന്റെ പാർട്ടി പരിപാടിക്കകത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ഖണ്ഡികയിൽ സ്ത്രീ പ്രശ്നത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ തുല്യ പങ്കാളികളായ ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ത്യ സ്വതന്ത്രയായതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലിംഗപരമായ അടിച്ചമർത്തലിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ആശിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല എന്നാണ് 1964 അംഗീകരിച്ച CPM-ന്റെ പരിപാടിക്കകത്ത് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ജനകീയ ജനാധിപത്യ ഗവൺമെന്റിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുമ്പോൾ അതിൽ ഏറ്റവും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, ഭൂമി അടക്കമുള്ള സ്വത്തിൻ്റെ പിന്തുടർച്ചാവകാശം പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പുവരുത്തുക, എല്ലാ സമുദായങ്ങളിലെയും സ്ത്രീകൾക്ക് തുല്യാവകാശം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യവും സാമ്പത്തികവും കുടുംബപരവുമായ സംരക്ഷണ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. ഇതാണ് CPM-ന്റെ നിലപാട്. നിലപാടിലൊന്നും ഒരു അഭിപ്രായ ഏതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും CPM ചെയ്തിട്ടില്ല. അതിലേക്ക് ഞാൻ വരാം. കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് കൺക്ലൂഡ് ചെയ്തു. അതിനുശേഷം അന്ന് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ ഇതേ ചോദ്യം, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ അതേ തത്വശാസ്ത്രം അനുസരിച്ച് പാർട്ടി കമ്മിറ്റികളിൽ, പാർട്ടി സംസ്ഥാന സമിതിയിൽ അർഹമായ പ്രാതിനിധ്യം, പകുതി പ്രാതിനിധ്യം വനിതകൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട്, നിങ്ങൾക്ക് ഈ പാർട്ടിയെ തകർക്കണമല്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ പകുതി സ്ത്രീകളായാൽ ഈ പാർട്ടി തകരും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ തോന്നുന്ന ഒരു കേരളത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കാണോ സ്ത്രീ വിരുദ്ധതയുടെ കുത്തക? അഭിലാഷ്, ഞാൻ പറഞ്ഞോട്ടെ, CPM-നെ സംബന്ധിച്ചിടത്തോളം
CPM-നകത്തും, കാരണം CPM എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളിലാണ്. ആ ഇന്ത്യയിലെ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് എന്താ? അത് പെട്രിയാർക്കിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ സംവിധാനം തന്നെയാണ്. സ്വാഭാവികമായിട്ട് CPM-ന്റെ അകത്തെ അംഗങ്ങൾ, ഒരുപക്ഷെ അതിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ അവരെല്ലാം ചെറുപ്പം മുതൽക്കേ ശീലിച്ചു വന്ന ആശയങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. CPM-നകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, അതിൻ്റെ കമ്മിറ്റികളിലെ പങ്കാളിത്തം തൃപ്തികരമാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പാർട്ടിക്കും അങ്ങനെ അഭിപ്രായമില്ല. അതുകൊണ്ടാണ് 2005-ൽ സ്ത്രീ പ്രശ്നത്തെ പറ്റി എന്നുള്ള പ്രത്യേക രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുകയും ബ്രാഞ്ച് തലം വരെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാറ്റം ഉണ്ടായോ? മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റത്തിൽ തൃപ്തരാണോ? അല്ല, ഒരു തരത്തിലും തൃപ്തരല്ല. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഇപ്പോൾ നമ്മുടെ സമ്മേളനങ്ങൾ, CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. കേരളത്തിലാകെ CPM-നുള്ളത് 38,374 ബ്രാഞ്ചാണ്. അതിൽ 2,597 വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുള്ളത്. എന്ന് പറഞ്ഞാൽ 6%. ഇത് മതിയോ? പോരാ. പക്ഷെ ഇതൊരു മാറ്റം, ഈ ഒരു മാറ്റം പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ഒരു 3 വർഷക്കാലത്തിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മാറ്റമാണ്. അത് ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. ലോക്കൽ കമ്മിറ്റികളിലേക്ക് കൂടുതൽ അംഗങ്ങൾ വരുന്നുണ്ട്. 22% ഇപ്പോഴും പാർട്ടി ഈ കഴിഞ്ഞ മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിനിയുടെ സമയത്ത് പാർട്ടി മെമ്പർഷിപ്പിനകത്ത് വനിതാ പ്രാതിനിധ്യം. അത് 25% കൊണ്ടുവരണം എന്നാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ തീരുമാനമെടുത്തത്. കണ്ണൂർ പോലെ കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ 33% സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. അതും പോരാ. നേരത്തെ പറഞ്ഞതുപോലെ പകുതിയോളം അംഗങ്ങളിലാണെങ്കിലും കമ്മിറ്റികൾക്കകത്താണെങ്കിലും ഒക്കെ സ്ത്രീകൾ വരിക എന്നുള്ളത് ശരി, അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമായി കരുതുന്നെങ്കിൽ നല്ലത്.